ഹാപ്പി ഓണം മൈ ഡിയേഴ്സ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹലോ, ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായില്ലേ ഇങ്ങനൊരു ഇത് കേട്ടിട്ട്. ഇപ്പോൾ എൻ്റെ ഓൺ വോയിസിൽ വന്നിട്ട് കുറേ നാളായി. ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വോയിസ് അല്ലല്ലോ. ഷോർട്ട് വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓണം വിഷസ്, എൻ്റെയും ഫാമിലിയുടെയും ഓണം വിഷസ്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ല വർഷമായി മാറട്ടെ. പിന്നെ എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓണൊരുക്കങ്ങളൊക്കെ എവിടം വരെയായി എല്ലാവരുടെയും? ഇവിടെ സാറ്റർഡേ സൺഡേ വന്നതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാവർക്കും ഇവിടെ ഓഫൊന്നും എടുക്കാതെ തന്നെ ലീവാണല്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവർക്കും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രൈഡേ തൊട്ട് തന്നെ എല്ലാവർക്കും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ. നാട്ടിൽ പിന്നെ 2 ദിവസത്തെ അവധി കുറഞ്ഞു പോയി അല്ലേ? അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് ആയിരുന്നേ അതും കൂടെ കിട്ടിയേനേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണം എല്ലാം എല്ലാവർക്കും വീട്ടിൽ എത്തി? ഓണൊരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ചെറുതായിട്ട് ഉപ്പേരിയും എന്താണ് ശർക്കര വരട്ടി, അങ്ങനത്തെ ഇഞ്ചിക്കറി, നാരങ്ങാക്കറി ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങി കാണുമല്ലോ എല്ലാവരും. ഇന്ന് ഇപ്പം ഓണം റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഓണത്തിന് മധുര പലഹാരങ്ങളായിരിക്കുമല്ലോ, പായസമായിരിക്കുമല്ലോ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത്. അന്നേരം ഓണത്തിന് പലവിധ പായസങ്ങളാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇച്ചിരി മെനക്കെട്ട പായസങ്ങളാണ് എല്ലാവരും. അടപ്രഥമൻ, പരിപ്പ് പായസം, കടലപ്രഥമൻ, അങ്ങനത്തെയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും. നമ്മൾ 2-3 പായസം ചെയ്യുമ്പോൾ ആദ്യം മെയിൻ ശർക്കര പായസം ആയിരിക്കുമല്ലോ. അന്നേരം ശർക്കര പായസത്തിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് നമുക്ക് കൂട്ടാമല്ലോ. ഇത് പാല് വെച്ചുള്ള പായസം തന്നെയാണ്. തേങ്ങാപ്പാലൊന്നും പിഴേണ്ട, സാധാരണ നമ്മുടെ ശുദ്ധമായ പശുവും പാൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പായസം. വേർമസെല്ലി തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ ചേർക്കുന്നേ ഉള്ളൂ. കുറച്ച് വെറൈറ്റി ആയിട്ടൊരു പായസം ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും എളുപ്പം ചെയ്യാനും പറ്റും, വലിയ താമസമൊന്നുമില്ല. പിന്നെ നമുക്ക് ശർക്കര പായസത്തിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വെറുതെ വേർമസെല്ലി മാത്രം ഒരു പായസം ചെയ്യുമ്പോൾ ഒരു ഇതില്ലല്ലോ. അന്നേരം വേർമസെല്ലിയും ക്യാരറ്റും ഒക്കെ കൂടിയിട്ട് ഒരു അടിപൊളി പായസം റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ കമൻസിലൂടെ പറയൂ കേട്ടോ. ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തവർ എനേബിൾ ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന ഷോർട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കോമഡി ഷോർട്സൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് കാണണം. കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ പേരൊക്കെ കമൻസ് വഴി പറയാറുണ്ട്. കാണാത്തവർ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് അന്നേരം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അന്നേരം ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസ് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പായസം റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും വേർമസെല്ലിയും വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി പായസമാണ്. ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ പായസം നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണത്തിന് എല്ലാവരും 2-3 പായസമൊക്കെ ഉണ്ടാക്കത്തില്ലേ? അക്കൂട്ടത്തിൽ ഈ പായസവും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ് തയ്യാറാക്കാൻ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഞാൻ ഇവിടെ 2 ഐറ്റംസാണ് യൂസ് ചെയ്തേക്കുന്നത്. വേർമസെല്ലിയും ക്യാരറ്റുമാണ്. ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. വേർമസെല്ലി ആണെങ്കിൽ തീരെ കനം കുറഞ്ഞ ടൈപ്പ് വേർമസെല്ലിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് തന്നെ യൂസ് ചെയ്യണം. അന്നേരം എളുപ്പം തയ്യാറാക്കാൻ പറ്റും. ഞാൻ പാനിൽ നെയ്യ് ജസ്റ്റ് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. അതിൽ നമ്മുടെ വേർമസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓൾറെഡി റോസ്റ്റഡ് വേർമസെല്ലിയാണ്. എന്നാലും ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുത്താലേ അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുള്ളൂ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അന്നേരം നമ്മുടെ വേർമസെല്ലി ഇപ്പോൾ റോസ്റ്റായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലോട്ട് തന്നെ 1 സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് നമ്മുടെ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റിന് ഓൾറെഡി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലോ. അന്നേരം അത് പായസത്തിൽ വരുമ്പോൾ ആ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആവും.
അതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഓൾറെഡി ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ് അതൊന്നുകൂടെ ചേർത്ത് ഇനിയൊന്ന് ക്യാരറ്റിൽ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റായ പഞ്ചസാര ചേർക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. ക്യാരറ്റിനൊക്കെ തീരെ വേവ് കുറഞ്ഞ സാധനങ്ങളാണല്ലോ, ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഇടുന്ന ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അല്ലെങ്കിൽ തീരെ ഒന്നുകൂടെ തിന്നായിട്ട് വേണമെന്നുള്ളവർക്ക് ഗ്രേറ്റ് ചെയ്തിടാം. പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇതാകുമ്പോൾ ഒന്നുകൂടെ കാണാനും ഭംഗിയാണ്. ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിലെടുക്കാം. അല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതി ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചുകൂടെ മധുരം കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റായ വേർമസലി ചേർക്കാവുന്നതാണ്. എന്നുവെച്ചാൽ വേർമസലിക്ക് തീരെ തിന്നായതുകൊണ്ട് വളരെ വേവ് കുറവാണ്. വേർമസലിയും ചേർത്ത് ഒരു 3 to 4 minutes ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പായസം റെഡിയാവും. നന്നായിട്ടൊന്ന് കുറുകിയും കൂടെ വരണം, അത്രയേ ഉള്ളൂ. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഫുൾ ക്രീം മിൽക്ക് തന്നെയാണ്. ഫുൾ ക്രീം തന്നെയാണ്, ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഫുൾ ക്രീം മിൽക്ക് തന്നെ യൂസ് ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. ഈ പായസം ഒന്ന് കുറുകിയിരിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി. സോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നെയ്യും നമ്മുടെ നട്ട്സും കിസ്മിസും മൂപ്പിച്ചെടുത്ത് അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ പായസം റെഡിയാവും. സൂപ്പർ ആൻഡ് ടേസ്റ്റി പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഞാനൊരു ക്യാരറ്റേ ചേർത്തിട്ടുള്ളൂ. ഒരു 100 gram വേർമസലിയാണ് ചേർത്തേക്കുന്നത്. ഇനി നമ്മുടെ നെയ്യ് ചൂടാക്കാൻ വെച്ചു. നെയ്യ് ചൂടായി വന്നപ്പോൾ ഞാൻ നട്ട്സും ചേർത്തിട്ടുണ്ട്. നട്ട്സ് ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കിസ്മിസും കൂടെ ചേർത്ത് കഴിഞ്ഞ് അത് റോസ്റ്റായി വന്നാൽ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം. ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാലല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റൂ. അപ്പോൾ ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോസ് കണ്ടുപോയാൽ പോരാ, ലൈക്കും കമൻറ്റും ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മുടെ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പായസം റെഡിയായി. ഫൈനൽ സ്റ്റേജും കഴിഞ്ഞു. നല്ല തിക്കായിട്ട് പായസം വന്നിട്ടുണ്ട്. ഇനി അതൊരു 5 minutes കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ സെർവിങ് ബൗളിലോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലൊരു 1.25 ലിറ്ററോളം ഫുൾ ക്രീം മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല തിക്ക് പായസമായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ ക്രീം മിൽക്ക് തന്നെ യൂസ് ചെയ്യണം, എന്നാലേ ആ റിയൽ ടേസ്റ്റ് വരത്തുള്ളൂ. നല്ല കുറുകിയ പായസമാണ് ഇങ്ങനെ ചെയ്യുമ്പം വരേണ്ടത്. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കണം, എന്നാലേ അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടൂ. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ പായസം കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇന്നത്തെ റെസിപ്പി പായസ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അന്നേരം പായസത്തിൻ്റെ നമ്പേഴ്സും കൂട്ടാം, എളുപ്പം ചെയ്യുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. നല്ല കുറുകിയ നല്ലൊരു വേർമസലി ക്യാരറ്റ് പായസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ഓണം വിഷസ് ഒരിക്കൽ കൂടി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണമാവട്ടെ. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക.